സുബി എന്നാൽ ഒരു വലിയ ചിരിയായിരുന്നു പ്രേക്ഷകർക്ക്. നമ്മുടെ സ്വീകരണ മുറിയിലെ സ്ഥിരം സാന്നിധ്യം. കളിയും ചിരിയും തമാശയും കൊണ്ട് നമ്മെ രസിപ്പിച്ചിരുന്ന താരം. രോഗാവസ്ഥയെക്കുറിച്ച് സുബി പറഞ്ഞിരുന്നെങ്കിലും അതൊരിക്കലും കരൾ രോഗമാണെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു. ഒടുവിൽ ഒന്നും പറയാതെ കണ്ണീരണിഞ്ഞ് ആ ചിരിയും എരിഞ്ഞടങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. പൊട്ടിച്ചിരികളോടെ മിനിസ്ക്രീനിലും സ്റ്റേജ് ഷോകളിലും മലയാളികൾ സുബിയെ കണ്ടു. ചിരിച്ച മുഖത്തോടെയല്ലാതെ ഒരിക്കലും സുബിയെ മലയാളികൾ കണ്ടിട്ടില്ല. സിനിമാലയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി. പുരുഷന്മാർ കൈയടക്കിയ സ്റ്റേജ് ഷോകളിൽ സുബി തന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് തിളങ്ങി. ബ്രേക്ക് ഡാൻസിന്റെ പശ്ചാത്തലവുമായാണ് സുബി മിമിക്രി വേദിയിലേക്ക് എത്തുന്നത്. സ്റ്റേജിലെയും ടെലിവിഷനിലെയും തിരക്ക് സുബി നന്നായി ആസ്വദിച്ചു. കുട്ടിപ്പട്ടാളം എന്ന TV ഷോ സുബിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. തകർപ്പൻ കൗണ്ടറുകൾ സുബിയെ TVയിലെ സൂപ്പർ സ്റ്റാറാക്കി. അതിൽ അവതാരകയുടെ റോളിലെത്തുമ്പോൾ കാഴ്ചക്കാരെ ഒട്ടും മടുപ്പിക്കാത്ത തരത്തിൽ സദസ്സിനെ കയ്യിലെടുത്തിരുന്നു ഈ താരം. അഭിനയിച്ച കോമഡി പരിപാടികളിലെല്ലാം സ്വതസിദ്ധമായ തമാശകൾ കൊണ്ട് സുബി ചിരിപ്പിച്ചു. സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഹാസ്യം വിട്ടൊരു കളിയുണ്ടായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട സിനിമാല ജീവിതത്തിന് പിന്നാലെയാണ് സിനിമയിലേക്ക് സുബിയുടെ അരങ്ങേറ്റം. രാജസേനൻ സംവിധാനം ചെയ്ത ജയറാം നായകനായി എത്തിയ കനകസിംഹാസനത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നാലെ ഹാപ്പി ഹസ്ബൻഡ്സ്, പഞ്ചവർണ്ണ തത്ത, കില്ലാടി രാമൻ തുടങ്ങിയ സിനിമകളിലെ കോമഡി വേഷങ്ങളും കയ്യടി നേടി. എന്നാൽ തന്റെ തട്ടകം സ്റ്റേജാണെന്ന് എന്നും വിശ്വസിച്ചിരുന്നയാളായിരുന്നു സുബി. വേദികളിൽ നിന്ന് വേദികളിലേക്ക് അങ്ങനെ വീണ്ടും ജീവിതം തിരക്കിലേക്ക് മാറി. വിദേശ രാജ്യങ്ങളിലെ ഷോകളിൽ സുബി സ്ഥിരം സാന്നിധ്യമാവുകയും ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം നർമ്മത്തോടെ കണ്ട നടിയായിരുന്നു സുബി സുരേഷ്. അത് എത്ര ഗൗരവമുള്ളതാണെങ്കിലും മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ തമാശയുടെ മേമ്പൊടി ചേർക്കും. എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യും. സ്വന്തം അസുഖം ഏതവസ്ഥയിലാണെന്ന് പോലും നോക്കാതെ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെയായിരുന്നു സുബിയുടെ ഓട്ടം. കുടുംബത്തിന് വേണ്ടിയുള്ള സുബിയുടെ ജീവിതമായിരുന്നു ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം പിന്നിൽ. എന്റെ ലോകം എന്റെ കുടുംബമാണ്, അവരോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് സുബി എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഇന്ന് ആ കുടുംബത്തിൽ സുബിയുടെ ഓർമ്മകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വലിയൊരു ആഗ്രഹം ബാക്കി വെച്ചാണ് നടി യാത്രയായത്, തന്റെ വിവാഹം. പുതിയൊരു ജീവിതത്തിലേക്ക് താൻ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. കുറെ കാലത്തെ പലരുടെയും ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഇനി എന്റെ ജീവിതം മാറാൻ പോകുന്നുവെന്ന് പറഞ്ഞു വെച്ചിട്ടായിരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിൽ നിന്ന് സുബി പോയത്. എന്നാൽ ആ ഒരു സ്വപ്നവും കൂടി ബാക്കി വെച്ചാണ് സുബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. മലയാള ചലച്ചിത്ര, ടെലിവിഷൻ, മിമിക്രി താരം എന്നീ നിലകളിൽ തിളങ്ങിയ സുബി സ്വപ്രയത്നം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്ത സ്ഥാനം ഇന്നും ഒരു തട്ടുപോലും താഴാതെ നിലനിൽക്കുന്നുണ്ട്. തമാശകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കലാകാരിയെ മറക്കില്ലൊരിക്കലും കലാകേരളം.